ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ആൾ മാറിയിട്ടുണ്ട്. ഞാനും ഏട്ടനും മാത്രമാണ്. ഞങ്ങൾ നരിപ്പറമ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മീൻ മേടിക്കാനാണ്. മീൻ അവിടെ നല്ല വില കുറവാട്ടോ. നമ്മൾ ഇവിടുന്ന് മേടിക്കുന്നേക്കാളും കൂടുതലായിട്ട് ഞങ്ങൾ മേടിച്ചു വരിക ചെയ്യുക. നമ്മൾക്ക് 2-3 ദിവസത്തിനൊക്കെ ഉള്ള കൂടുതൽ സാധനം മേടിച്ചു വരും. പച്ചക്കറി ആയാലും ഉണക്കൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാതും ഒരു സ്ഥലത്ത് ഏരിയയിലായിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു വരാറാണ്. ഞങ്ങൾക്ക് പൊതുവേ ഇതുവഴി പോകുമ്പോഴാണ്, കർമ്മ വഴി പോകുമ്പോഴാണ് എളുപ്പം ഉള്ള വഴി കേട്ടോ. എന്ന് വെച്ചാൽ അതേക്കാളും നമ്മൾ ആദ്യമൊക്കെ വളഞ്ഞ് പോകേണ്ടതായിരുന്നു. ഇപ്പോൾ നേരെ കർമ്മ ഓപ്പൺ ആയതിനു ശേഷം ഞങ്ങൾക്ക് ഇതാണ് ഏറ്റവും എളുപ്പമുള്ളത്. അപ്പോൾ നമുക്ക് പോണ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുപോകാം കേട്ടോ. ഇവിടെ നല്ല മീൻ പിടുത്തക്കാരുണ്ടാവും കേട്ടോ. ഇപ്പോൾ കുറച്ച് വെയിലായതുകൊണ്ടാണ് അവരെ കാണാത്തത്. പക്ഷെ ഒരു തറ്റം മുതൽ ഒരു തറ്റം വരെ മീൻ പിടുത്തക്കാരുണ്ടാവും. നമുക്ക് സാധാ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കോല് പോലത്തല്ലേ അതായിട്ട് വന്ന് മീൻ പിടിക്കും കേട്ടോ. നല്ല രസമാണ് കാണാൻ. കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല മീനും കിട്ടും ഇവിടെ. ഇപ്പോഴും വെയിൽ മാറിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ടൈം ഒരു 5 മണിയൊക്കെയാണ്. ഞാൻ വർക്ക് കഴിഞ്ഞ പാട് ഏട്ടനെ അവിടെ നിന്ന് വിളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോവുക കേട്ടോ. അവിടെ നല്ല തിരക്കാവും കേട്ടോ. ഒത്തിരി മീനുകളുണ്ടാവും, വലുതും ചെറുതായിട്ട് ഒത്തിരി മീൻ ഉണ്ടാവും. അതെ, ഈ ഏരിയകളിലായിട്ട് അധികം മീൻ പിടിക്കാൻ ആൾക്കാരുണ്ടാവും കേട്ടോ. ഇവിടെ ഇങ്ങനെ വരിക്ക് നിൽക്കും. കുറച്ച് വെയിലൊന്നും ആറിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ വെയിൽ എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള വെയിലല്ല, പക്ഷെ എന്നാലും ഉണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. കാറ്റും കുറവുണ്ട് ഇപ്പോൾ, അതുകൊണ്ട് നമുക്ക് വേഗം ഫീൽ ചെയ്യും. ഇവിടെ ശനി ഞായറാട്ടോ ഒത്തിരി ആൾക്കാർ വരുവേ. ശനി ഞായറും വൈകിട്ട് ഇവിടെ നടക്കാനേ പറ്റാത്ത തിരക്കായിരിക്കും. നമ്മളെ വീട്ടിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരിക്കും. പിന്നെ വൈകുന്നേരം സമയങ്ങളിലും ഉണ്ട് കേട്ടോ, അല്ലാത്ത ദിവസങ്ങളിലും ഉണ്ട് വൈകുന്നേരം. പക്ഷേ ശനി ഞായർ അപേക്ഷിച്ച് കുറവായിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഒഴിവ് കിട്ടുകയാണെങ്കിൽ കർമ്മയൊക്കെ വന്ന് കാണും കേട്ടോ. നല്ല രസമാണ്, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. ഒത്തിരി കടകളുണ്ട്, ഭക്ഷണങ്ങൾ ഒത്തിരി. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇതാ മ്യൂസിയമാണേ. നമ്മൾ മുന്നേ ഒരു വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണി നടന്നു കഴിഞ്ഞാൽ നമ്മൾ അലൗഡ് ആണെങ്കിൽ നമുക്ക് കൊടുന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ. ഇപ്പോൾ കുറച്ച് പണി നടക്കുക. ഉള്ളിലേക്കൊന്നും അങ്ങനെ പ്രവേശനമില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അന്ന് എടുത്തിട്ടുള്ളൂ. ഇവിടെയൊക്കെ മാടാട്ടോ. അവിടെയൊക്കെ കുറേ നല്ല മഴ പെയ്ത് വെള്ളം നിന്നാൽ മാത്രമേ ഈ ഭാഗങ്ങളൊക്കെ നിറയുള്ളൂ. ഇപ്പോൾ പിന്നെ അത്രയ്ക്കില്ല. ഇപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ആൾക്കാർ മക്കൾ കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഫുട്ബോൾ കളിയും ഒക്കെ ഉണ്ട്. ഈ ഒരു രസം വെച്ചാൽ ഇവിടെ വെള്ളം ഇറക്കം വരില്ലേ, നല്ല വെള്ളം ഇല്ലാതെ ആകുമ്പോൾ പുഴയുടെ കുറച്ച് പോർഷനിൽ വെള്ളം ചുറ്റും വെള്ളമായിരിക്കും, നടുവിൽ കുറച്ച് മണ്ണുണ്ടാവും. ആ ഭാഗത്ത് മക്കൾ കളിക്കുന്നുണ്ടാവും. ഇന്നാളുണ്ടായിരുന്നു. ഞാൻ ഇനി കാണുമ്പോൾ ഞാൻ വീഡിയോസ് എടുത്ത് കാണിച്ചു തരണ്ടേ. നമുക്കതാ കാണുന്ന ഞാൻ കാണിച്ചു തരേ. ആ സൈഡിൽ നമ്മളെ പാലാണ്, നമ്മളെ എന്താ പറയുക, ചമ്രവട്ടം പാലല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2 ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്നത്. നമ്മൾ തിരൂരൊക്കെ പോകാൻ നമുക്ക് എളുപ്പമാട്ടാ. ആ വൈറ്റ് ലൈനായിട്ട് കാണുന്നത് നമ്മളെ ചമ്രവട്ടം പാലാട്ടാ. ഇപ്പം നല്ല സുഖം ആ ഭാഗത്തേക്ക് തിരൂർക്കൊക്കെ പോകാൻ. നല്ല നമ്മളവിടുന്ന് KSRTC ആണ് ഇപ്പോൾ ഉള്ളത്. പ്രൈവറ്റ് ബസ്സൊന്നും ഓടുന്നില്ല, KSRTC ഉണ്ട്. അത് ടൈമുണ്ട്, 20 മിനിറ്റ് കൂടുമ്പോൾ KSRTC ഉണ്ട്. അതാ കാണുന്ന നീളത്തിൽ അത് നമ്മൾ ചമ്രവട്ടം പാലാട്ടോ. അപ്പോൾ സുഖമാണ് ആ ഭാഗത്തേക്ക് പോകാൻ. ഇതിൻ്റെ എൻട്രൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നരിപ്പറമ്പ് മീൻ മേടിക്കുന്ന ഭാഗത്താണ് ഇതിൻ്റെ കയറി വരുന്ന ഭാഗമുള്ളത്. അത് ഞാൻ ആ ഭാഗം എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ ഭാഗമാണ് നമ്മളുടെ കർമ്മ. നമ്മളാണ്ട് മറ്റ് റോഡിനെ ബന്ധിപ്പിക്കുന്നത്. കർമ്മ വന്നിട്ട് നരിപ്പറമ്പിക്കൊക്കെ പോകാനുള്ള ഭാഗമല്ലേ, ആ ഭാഗത്തെ പണ്ടൊക്കെ ഇവിടെ വഞ്ചിയായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്
ഇവിടെ വർക്കിന് പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് ഒരു വഞ്ചി കയറിയിട്ടാണ് പോയിരുന്നത്. നല്ല രസമാട്ടോ, നല്ല ഓർമ്മകളായിരുന്നു അതൊക്കെ. നമ്മളെത്താറായി, മീൻ മേടിക്കേണ്ട സ്ഥലം എത്താറായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ കർമ്മ വന്നതിന് ശേഷം നരിപ്പറമ്പേക്ക് വരാൻ എളുപ്പാട്ടാ, വേഗം എത്തും. മറ്റേത് ഒരുപാട് ജംഗ്ഷനൊക്കെ വന്ന് ഒത്തിരി വരണം. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, തിരക്കും കുറവായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് കണ്ട് വന്നു കഴിഞ്ഞാൽ വേഗം എത്തും ചെയ്യും. നല്ല റോഡും അല്ലേ, അപ്പോൾ വേഗം എത്താൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ ചമ്പ്രാട്ടം പാലത്തിൻ്റെ എൻട്രൻസ്, അത് ഈ ഭാഗമാട്ടാ. നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗത്താണ് അവിടെ എൻട്രൻസ് വരുന്നത് കേട്ടോ. അതിന് നമ്മൾ പോവുക. ഇതവിടെ എത്തി. ഇവിടെ നിറയെ വണ്ടികളുണ്ടാവും കേട്ടോ. എല്ലാ കച്ചവടക്കാരും നമുക്ക് എന്ത് വേണം ആ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. വൈകുന്നേരമാണ് കൂടുതലായിട്ട് കാണുക. ഇവിടെ നിന്നാണ് ഞങ്ങൾ പൊതുവേ സാധനങ്ങളൊക്കെ മേടിക്കുക. നമ്മളവിടെ നിന്ന് മീൻ മേടിക്കൽ കുറവാണ്. ഞങ്ങൾ പിന്നെ കുറച്ച് ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് മീൻ മേടിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഉണക്കലുണ്ടാവും, പച്ചക്കറി ഉണ്ടാവും, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു കുറച്ച് ദിവസത്തിനുള്ളത് മേടിച്ച് വയ്ക്കാറാണ് പതിവ്. ഇപ്പം നല്ല മീനുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ വലിയ മീനുകളാണ് കൂടുതലായിട്ടുള്ളത്. ഏട്ടുണ്ട്, ഫേവറേറ്റ് മീനാട്ടാ ഏട്ട കുടുത, അതൊക്കെ നല്ല ഇഷ്ടമാണ്. വാച്ചിക്ക് ഇഷ്ടം മാന്തൾ, അങ്ങനത്തെ ചെറുമീനുകളോടാണ് അവൾക്ക് ഇഷ്ടം. ചെറിയ ആൾക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, അവൾക്ക് മീനിനോടും അങ്ങനെയൊന്നും വലിയ ഇഷ്ടങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മളവിടെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും കേട്ടോ വിലയൊക്കെ. ഇവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാവരും കട്ട് ചെയ്ത് തരും. ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് തരും കേട്ടോ. നമുക്ക് കട്ട് ചെയ്യേണ്ട മീനാണെങ്കിൽ അവർ നമുക്ക് കട്ട് ചെയ്ത് തരും. അതുകൊണ്ട് പണി എളുപ്പമാണ്. ഇതെന്തോ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവർ പറയുകയാണ് എന്തോ ഏട്ടയാണ്, എന്തോ പേരൊക്കെ പറഞ്ഞു. അത് കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട്, മേടിക്കാൻ പറ്റണില്ല. നമ്മളങ്ങനെ ബ്ലഡായിട്ട് ഇങ്ങനെ കാണുമ്പോഴേ. നമ്മളവിടുന്ന് മേടിച്ചത് ഇപ്പോൾ കുടുതയാണ്, കുടുതയും മത്തിയാണ് മേടിച്ചേട്ടാ. ഏട്ടനുണ്ട്, പക്ഷെ ഭയങ്കര വലിപ്പം, അത്ര ഓവറാകുമ്പോൾ വലിയ എനിക്കിഷ്ടമല്ല.